നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ്സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ടെൻ ഓഫ് വാൺസ് എനർജിയാണ്. ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ മാനസികമായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അവർ റിലേഷൻ്റെ കാര്യത്തിലല്ല, അവരുടെ ലൈഫിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം റിലേഷനിൽ അവർക്ക് ഒരുപാട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ഓക്കെ, അവരുടെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഈ റിലേഷൻ്റെ കാര്യത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, റിലേഷനിൽ നിൽക്കാൻ പറ്റുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് റിലേഷന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. 7 ഓഫ് കപ്സ് എനർജിയാണ്. അവർക്ക് ഒരുപാട് ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. അതായത് റിലേഷൻ്റെ കാര്യത്തിൽ അവർ കൂടുതൽ, അതായത് നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ കൂടുതൽ എഫേർട്ട് ഇടാത്തതിന് റീസൺ അവരുടെ ലൈഫിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ, വ്യക്തികൾ അവരുടെ ലൈഫിലുണ്ട്, കാര്യങ്ങൾ അവർക്കുണ്ട്. അപ്പം അതിൽ കൂടി അവർ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം അവിടെ കൂടി സമയം കൊടുത്തിട്ടേ നിങ്ങൾക്കും, അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ റിലേഷൻ അവർ ഡീൽ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു പ്രത്യേകിച്ച് ഒരു പ്രയോറിറ്റിയോ അല്ലെങ്കിൽ പരിഗണനയോ തരുന്നില്ല നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥ അവർക്കില്ല. കാരണം അവരുടെ മുൻപിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് റിലേഷൻസ് ഉണ്ട്, ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിലോട്ടാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഈ റിലേഷൻ കൊണ്ടുപോകുന്നു എന്ന് മാത്രം. അല്ലാതെ ഇവിടെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ എന്നുള്ള രീതിയിൽ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഇതിലോട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 10 ഓഫ് കപ്സ് എനർജിയാണ്. അവർ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് അവരുടെ ഫാമിലിക്ക് തന്നെയാണ് കേട്ടോ. ചിലർ മാരീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഫാമിലിക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ പാരൻസിനായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി കാര്യങ്ങൾക്കായിരിക്കാം. എന്തായാലും ഫാമിലിക്ക് അവർ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് അവരുടെ ലൈഫിൽ കൊടുക്കുന്നുണ്ട്. ഫാമിലി പറയുന്നതിനനുസരിച്ചാണ് അവർ ഫ്യൂച്ചറിൽ ഡിസിഷൻസ് എടുക്കുക. അപ്പം ഫാമിലിയെ ധിക്കരിച്ചുകൊണ്ട് ഈ റിലേഷനിലൊരു കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളോ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. 5 ഓഫ് സോഴ്സ് എനർജിയാണ്. ഇപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു കമ്മിറ്റ്മെന്റ് വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ എപ്പോഴും ആളോട് പറയുന്നുണ്ട്. ഈ റിലേഷൻ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ലൈഫ് ലോങ് വേണം, എഫേർട്ട് ഇടണം എന്നൊക്കെ നിങ്ങൾ ആളെ നിർബന്ധിക്കുന്നുണ്ടാവാം. പക്ഷെ അതൊക്കെ അവർക്കൊരു തലവേദനയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ടാണ്, നിങ്ങളിങ്ങനെ ആളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു പേഴ്സൺ ആണെന്നുള്ള രീതിയിലാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അവരെ കംഫേർട്ട് ആക്കുന്ന ആളുകൾ അവർക്ക് ചുറ്റിനുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ സ്നേഹം കൊണ്ടായിരിക്കും നിങ്ങൾ പറയുന്നുണ്ടാവുക. പക്ഷെ അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നു, ഒരു തലവേദനയായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ദ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് തന്നെയാണ് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. ചിലർക്ക് ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകളായിരിക്കാം കേട്ടോ. ചിലർക്ക് ഒരു കണക്ഷനിൽ ഇങ്ങനെ നിൽക്കുന്ന എനർജി അല്ല, ചിലർക്ക് ഒരു കണക്ഷൻ ആയിരിക്കാം. പക്ഷെ ഒരു മൾട്ടിപ്പിൾ റിലേഷൻസ് ഉള്ള ഒരു എനർജിയാണ് കൂടുതൽ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഒരുപാട് ചോയ്സസ് ഉണ്ട്. ആ ഒരു ചോയ്സസിൽ അവർ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു സ്ഥാനം തരുന്നു എന്നുള്ളതല്ലാതെ നിങ്ങൾക്കൊരു പ്രത്യേകിച്ചൊരു ഇമ്പോർട്ടൻസ് ഈ റിലേഷനിൽ അവർ തരുന്നില്ല. മാത്രമല്ല അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടി, അത് ഫാമിലിയൊക്കെ ആണെങ്കിൽ അവരെ എതിർത്തുകൊണ്ട് ഈ റിലേഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ ഒരുക്കുമല്ല എന്നാണ് കാണിക്കുന്നത്. നിങ്ങളിവിടെ നിങ്ങളുടെ ലൈഫിലെ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ റിലേഷന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിക്കാം. നിങ്ങളുടെ സമയവും മറ്റും നിങ്ങളുടെ ഈ ഒരു ലൈഫിലെ പ്രധാനപ്പെട്ട സമയങ്ങളായിരിക്കും നിങ്ങളിപ്പോൾ വെറുതെ വേസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ വേസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളിത് ആലോചിച്ച് മാത്രം ഈ റിലേഷൻ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. അഫ്രൈഡ് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷന് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ അവർ പേടിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
അവർക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്വന്തം തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളല്ല. അവരുടെ ലൈഫിൽ മറ്റാളുകളും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫാമിലിയാണ് സ്വാധീനിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫാമിലിയെ എതിർത്തുകൊണ്ട് ഒരിക്കലും അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്ന ഒരു എനർജി ഇല്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ. സ്ട്രൈവ് എന്ന് കാണിക്കുന്നുണ്ട്. അവരുടെ ലൈഫിലെ കൂടുതൽ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ മുന്നോട്ട് കൂടുതൽ കുറച്ചുകൂടി ഉയർന്ന ലെവലിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന റിലേഷൻസ് ആണ് അവർ മുന്നോട്ട് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഏഞ്ചൽ മെസ്സേജ് നോക്കാം. പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് കാണിക്കുന്നത്. പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് വരും. അതായത് ഇതൊരു ചിലപ്പോൾ ഒരു കാർമിക് റിലേഷൻ ആയിരിക്കാം. ഒരുപാട് നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് തരാത്തത് കൊണ്ട് തന്നെ, നിങ്ങൾക്കൊരു വാല്യൂ ഫീൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവാം. അപ്പോൾ ഈ റിലേഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സമാധാനം കിട്ടുന്ന അല്ലെങ്കിൽ സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ടുണ്ടാവും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. 1991, 1985, അശ്വതി, ലെറ്റർ N, ലെറ്റർ B, ഉത്രട്ടാതി, കൊല്ലം, നവംബർ 1998, ലെറ്റർ M, ലെറ്റർ C, മകം, തിരുവനന്തപുരം 1993, കോഴിക്കോട്, ജനുവരി, രോഹിണി. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.